ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു ഇങ്ങനെ മുറിയിൽ ആകെ മൊത്തം ഡെസ്പായിട്ടിരിക്കുന്ന സമയത്താണ് നന്ദു നോക്കുമ്പോൾ പ്രതിരൂപമായിട്ട്, അതായത് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് സംസാരിക്കുന്നത് പോലെ ഒരു രൂപം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം നന്ദുവിനോട് ആ രൂപം പറയുന്നുണ്ട്, നീ ഒരുപാട് അങ്ങ് കൊച്ചായി പോവുക നന്ദു. എനിക്ക് ചേർന്നൊരു പെണ്ണല്ല നീ. നിന്റെ ചേച്ചിമാർക്കും ആ തറവാട്ടിലേക്ക് പോകാനുള്ള അർഹതയില്ലായിരുന്നു. എന്നിട്ടും അവർ പോയ ശേഷം എന്തൊക്കെയാണ് അവിടെ നടന്നത്? അവിടേക്ക് തന്നെ നീയും പോകണമെന്ന് ആശിക്കുന്നത് തെറ്റല്ലേ? അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാനങ്ങനെ ആശിച്ചിട്ടൊന്നുമില്ല. അപ്പം പ്രതിരൂപം തിരിച്ച് ദേഷ്യത്തോടെ പറയാണ്, കള്ളം പറയരുത്. പിന്നെ എന്തുകൊണ്ടാ അനാമികയും അനിയും തമ്മിൽ അടുക്കുമ്പോൾ നീ ഇങ്ങനെ ഡെസ്പാവുന്നത്? അപ്പം നന്ദു ഒന്നും പറയാതെ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പം പ്രതിരൂപം പറയാണ്, ദേ നിൻ്റെ ഉള്ളിൽ അനിയില്ലെങ്കിൽ നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നന്ദു വിഷമത്തോടു കൂടി പറയാണ്, അത് പിന്നെ ഒന്നും പറയണ്ട. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് ആ അനിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മനസ്സും മുഖവും മാറിയത്. നിനക്ക് അങ്ങേരോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു. അപ്പം നന്ദു വെപ്രാളത്തോട് പറയും, എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പ്രതിരൂപം കളിയാക്കുകയാണ്. അപ്പം നന്ദു തലതാഴ്ത്തിയിരിക്കുന്ന സമയത്ത് അത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അനാമിക അനി പരിചയപ്പെടുന്നതിന് മുമ്പ് നിനക്കത് പറയായിരുന്നു. അന്ന് നീ അവസരം വിനിയോഗിച്ചില്ല. നിന്റെ മനസ്സിലെ ഇഷ്ടം നീ തുറന്നു പറഞ്ഞതുമില്ല. ഇത് എല്ലാ പെൺകുട്ടികൾക്കും പറ്റുന്ന അബദ്ധം. അത് നിനക്കും സംഭവിച്ചു. പക്ഷെ നന്ദു ഒന്നും മറുപടി പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം നന്ദുവിന് അത്രത്തോളം അനിയുടെ ഈ ഒരു അനാമികയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും പ്രതിരൂപം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അനിയും അനാമികയും ഒരുമിക്കാൻ അസാധ്യത കൂടുതൽ. അപ്പം നന്ദു ആ രൂപത്തെ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്കിടയിലേക്ക് നീ ഇനി വലിഞ്ഞു കയറി ചെല്ലണ്ട. ആ ഭാഗം അങ്ങ് മറന്നേക്ക്. അപ്പം നന്ദു തിരിച്ചു പറയാണ്, ഞാൻ മറന്നു കഴിഞ്ഞു. പ്രതിരൂപം പറയുന്നുണ്ട്, അങ്ങനെ പറയുമ്പോഴും നിനക്ക് പൂർണ്ണമായിട്ടൊന്നും മറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാ. അപ്പം നന്ദു തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല, എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം. കുട്ടിക്കാലം മുതൽക്കേ മനക്കട്ടി കൂടുതലാണ് എനിക്ക്. അപ്പോൾ പ്രതിരൂപം പറയുന്നുണ്ട്, പക്ഷേ പ്രണയത്തിൻ്റെ കാര്യത്തിൽ എത്ര മനക്കട്ടിയുള്ളവരും തോറ്റു പോവുമെടി. അതാണായാലും പെണ്ണായാലും ശരി. അപ്പോൾ നന്ദു ഇങ്ങനെ വിഷമത്തോടു കൂടി തലതാഴ്ത്തുകയാണ്. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് തല പൊന്തിക്കുന്ന സമയത്ത് ആ പ്രതിരൂപത്തിന് അവിടെ കാണുന്നില്ല. ചുറ്റിലും കണ്ണോടിച്ച് അതിനെ തിരഞ്ഞതിന് ശേഷം നന്ദു അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവൾക്ക് അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്രയും സങ്കടത്തിലാണ് ഉണ്ടായിരുന്നത്. ആദർശ് ഒരുപാട് തവണ നയനയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ പോകുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ എന്തായി? ഇവിടെ എവിടെയും കാണുന്നില്ല മുത്തശ്ശ. ഫോണിൽ വിളിച്ചില്ലേ? വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇനി ഫോൺ ഇവിടെ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയതാണോ? അപ്പോൾ ആദർശ് പറയാണ്, ഈ രാത്രിയിൽ എങ്ങോട്ട് പോകാനാ മുത്തശ്ശി? അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അവർക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ആദർശ് വീണ്ടും കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ജയനും ദേവയാനിയും കൂടെ മുകളിൽ നിന്ന് വരുന്നുണ്ട്. ദേവയാനി ചോദിക്കുക, എന്താ അമ്മേ, നയനെ കാണുന്നില്ല. അപ്പം ജയൻ ചോദിക്കുന്നുണ്ട്, ഇതുവരെ കണ്ടില്ലേ? ഇല്ല അച്ഛാ. ഒരു തലവേദന ഒഴിയുമ്പോൾ മറ്റൊന്നും ഉണ്ടാക്കുന്നതാ അവളുടെ ചേച്ചിയുടെ രീതി. ദേവയാനി ദേഷ്യത്തോടും അരിശത്തോടും കൂടെ പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നയന മോളുടെ അച്ഛനെയും അമ്മയെ യാത്രയാക്കാൻ വേണ്ടി മോൾ പുറത്തേക്ക് ഇറങ്ങിയെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് പിന്നെ എവിടെ പോവാനാ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ആദർശ് കോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജലജയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആദർശ് പറയാണ്, ഫോൺ സ്വിച്ച് ഓഫാ. അപ്പോൾ ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും, അല്ലാതെ പിന്നെ ആരോടും പറയാതെ എങ്ങോട്ട് പോവാനാ? നവ്യയെ കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നവ്യ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് മോളോട് പറഞ്ഞായിരുന്നോ? അപ്പം നവ്യ പറയാണ്, ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ? അപ്പോൾ ദേവയാനി പറയാണ്, കുറച്ചു നേരമായിട്ട് നയനയെ കാണാനില്ല. അപ്പോൾ ജലജ കളിയാക്കിയിട്ട് പറയും, നിന്ന നേരം കൊണ്ട് അപ്രത്യക്ഷമാവുന്നത് ചേച്ചിയുടെ അനിയത്തിയുടെയും സ്വഭാവമാണല്ലോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ പറയാതെ, നയന മോൾ ഇന്ന് വരെ എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും കാണും. അപ്പം ജയൻ പറയുന്നുണ്ട്, ആ കാരണം എന്താണെന്ന് നിനക്കല്ലേ അറിയാൻ പറ്റും മോനെ. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അവൾ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നില്ലേ? അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതിനിടയിൽ അവളുടെ അനിയത്തി മൊട്ടച്ച് ചെയ്ത പണി കണ്ടോ? പൂജയ്ക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ പ്രസാദം കഴിക്കാതെയല്ലേ അവൾ പോയത്? ആരോടും ഒന്നും പറയാതെ, അച്ഛനോടും അമ്മയോടും പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരുമാതിരി ദേഷ്യത്തോടാണ് മുഖം വെച്ചിട്ടുള്ളത്. അപ്പം ജലജ വീണ്ടും പറയുന്നുണ്ട്, ഒരു വീട്ടിൽ വന്നാലുള്ള സാമാന്യ മര്യാദ കാണിക്കണം എന്താണെന്ന് പോലും നിനക്കും നിൻ്റെ വീട്ടുകാർക്കും അറിയില്ല. നവ്യോടായിട്ട് പറയാണ്. ഞാൻ അങ്ങനെ ആരോടും ഒന്നും പറയാതെ ഒന്നും പോവാറില്ല, നവ്യ പറയുന്നുണ്ട്. അപ്പം ജലജ കളിയാക്കിയിട്ട് പറയും, അതെ അതെ. ഗത്യന്തരില്ലാണ്ട് അവസാനം മൂർത്തി പറയും, ഇപ്പം ഈ വീട്ടിലൊരു അംഗത്തെയാണ് കാണാതായത്. കാരണം അറിയാതെ ആരെയും പഴിക്കരുത്. അതേസമയം സ്വയം ബോധമില്ലാതെ നയന എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ നടന്ന് നീങ്ങാണ്. അവളുടെ കണ്ണിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അനന്തപുരിയിൽ വെച്ചിട്ട് നവ്യ പറയുന്നുണ്ട്, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിലേറെക്കുറെ അവൾ വിജയിക്കുന്നുമുണ്ട്. എല്ലാവരുടെയും മുഖത്ത് നവ്യയുടെ സംസാരം കേട്ടിട്ട് ഈർഷ്യ നിറയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെപ്പോലൊരു പെൺകുട്ടിയല്ല നയന. അപ്പം നവ്യ ദേഷ്യത്തോടു കൂടി ആദർശം നോക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൾക്ക് സ്വാർത്ഥതയൊന്നുമില്ല. അപ്പോൾ ജലജ ചോദിക്കുക, എന്നിട്ടാണോ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ ഇങ്ങനെ എല്ലാവരെയും അവൾ വിഷമിപ്പിക്കുന്നത്?
അവൾക്ക് കൃത്യമായ ഓരോരോ അജണ്ടകളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. ഇവളെക്കാളും വളരെ വളരെ മോശമാണ് അവളുടെ സ്വഭാവം. അത് കേട്ടപ്പോൾ നവ്യക്ക് സമാധാനമായി. അത് കേട്ടതും ദേവയാനി പറയുന്നുണ്ട്, എനിക്കെൻ്റെ മരുമകളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അവൾ നല്ലവളാണെന്ന അഭിപ്രായവും ഇല്ല. എങ്കിലും ഇവളേക്കാൾ മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. ഈ വീട്ടിൽ വന്ന നാൾ മുതൽ ഇവൾ ഒരു ജോലിയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചും ഭക്ഷണം കഴിക്കുന്നതിലും അല്ലാതെ മറ്റൊന്നിനും ഇവൾക്ക് ശ്രദ്ധയില്ല. പിന്നെ ഭാഗ്യത്തിന് ഇവിടെ വരുന്നതിന് മുന്നേ പ്രഗ്നൻ്റായി. അതുകൊണ്ട് അതിനുള്ള ആനുകൂല്യം ഇവൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം നവ്യക്ക് നേരെ തിരിഞ്ഞിട്ട് പറയും, പക്ഷേ എന്നും അതൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം നവ്യ ആകെ ഡെസ്പാവാണ്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, ഇവിടെ ഇപ്പം മരുമക്കളെ തമ്മിൽ താരതമ്യം ചെയ്യല്ല വേണ്ടത്, വീട് വിട്ട് ഇറങ്ങിപ്പോയ മരുമകളെ കണ്ടെത്തുക വേണ്ടത്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നയനമോളുടെ അമ്മയും അച്ഛനും ഒന്ന് വിളിച്ചാലോ? മൂർത്തി പറയാ, അവർക്ക് അവളെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ് അവരും വിഷമിക്കില്ലേ? അപ്പോൾ മുത്തശ്ശി ഓർത്തെടുത്ത് പറയാണ്, എത്ര സന്തോഷത്തോടെയാണ് മോൾ നിന്നത്. അച്ഛനും അമ്മയൊക്കെ വന്നതുകൊണ്ട് നല്ല ആഹ്ലാദത്തിലായിരുന്നു. പിന്നെ ഇങ്ങനെ പോവേണ്ട കാര്യം എന്താ? നീ സ്റ്റോർ റൂമിലൊക്കെ നോക്കിയായിരുന്നോ മോനെ? അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ എല്ലായിടത്തും നോക്കി, പക്ഷേ എവിടെയും കണ്ടില്ല. ജയൻ പറയുന്നുണ്ട്, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ആദർശ് വിളിക്കുന്ന സമയത്ത് വീണ്ടും നയനയുടെ മൊബൈൽ ഓഫാണ്. ഇനി നയനമോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെങ്ങാനും പോയി കാണുമോ ആദർശേ? ജാനകി ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നയന നടന്ന് എവിടെയൊക്കെയോ ആണ് എത്തുന്നത്. പക്ഷെ നടക്കുന്നതിലൊന്നുമല്ല നയനയുടെ ശ്രദ്ധ. ആദ്യമായിട്ട് ആദർശ ആ പ്രതിമ മുഴുവൻ വിഗ്രഹങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ആദർശം നടത്തിയ പൂജയും, അത് കഴിഞ്ഞ് നവ്യയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ആ ഫൈറ്റും, അതിനുശേഷം ഇന്നത്തെ പാർട്ടിയിൽ ഡാൻസിനിടയിൽ ആദർശ് നയനയെ എടുത്ത് ചേർത്ത് പിടിച്ചതും ഒക്കെയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അവസാന ആ കത്തുകളിലെ വാചകങ്ങളും, എൻ്റെ അമ്മയോളവും മുത്തശ്ശിയോളവും മുത്തശ്ശനോളവും വലുതല്ല എനിക്കാരും. അതുകൊണ്ട് മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അമ്മയെ വേദനിപ്പിക്കേണ്ടി വരും. അതിനുശേഷം എൻ്റെ അമ്മ എന്ത് തീരുമാനിക്കുന്നുവോ അത് മാത്രമേ നടക്കൂ. എൻ്റെ അമ്മ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിനും മടി കാണിക്കില്ല. ആദർശിൻ്റെ വാക്കുകളായിരുന്നു അത്. അതിങ്ങനെ വീണ്ടും വീണ്ടും നയനയുടെ മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് വരികയാണ്. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ സ്ഥലകാല ബോധമില്ലാതെ നയന കരഞ്ഞുകൊണ്ടേയാണ് നടക്കുന്നത്. അതേസമയം അനന്തപുരിയിൽ ആദർശ് ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് നയന പോയെന്നറിയാതുള്ള ചിന്തയിലാണ്. അപ്പം ജയൻ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല മോനെ, നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കാം. അപ്പോൾ ആദർശ് മുത്തച്ഛനോട് അനുവാദം വാങ്ങിയിട്ട് പോകാൻ റെഡിയാവാണ്. സമയം ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു. അപ്പം മൂർത്തി വീണ്ടും സംശയത്തോടെ ചോദിക്കുകയാണ്, കനകയും ഗോവിന്ദനും പോയപ്പോൾ നയനമോൾ കൂടെ പോയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതുറപ്പാ. അതിനുശേഷം ഞാൻ അവളോട് സംസാരിച്ചതാ, പിന്നീട് ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. ജാനകി പറയുന്നുണ്ട്, അനി അന്വേഷിച്ചിട്ട് പോയിട്ട് അവനെയും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും ജയൻ പറയാ, ആദർശേ നീ വണ്ടി എടുക്ക്. അങ്ങനെ അവർ രണ്ടുപേരും നയനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അതിനുശേഷം ജലജ പറയുന്നുണ്ട്, ആദർശിൻ്റെ കാര്യ കഷ്ടം, ഇവളിത് എത്രാമത്തെ പ്രാവശ്യം അലഞ്ഞു തിരിയുന്നത്. അപ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശി പറയും, അതിന് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നിനക്കെന്ത് ഇത്ര പ്രയാസം? ആ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ജലജ പറയുന്നുണ്ട്. ഇനി അന്വേഷിച്ച് ചെല്ലുന്നത് ഏതെങ്കിലും ഗുണ്ടാ താവളത്തിലേക്കായിരിക്കും. അവിടെ അടിപിടി ഉണ്ടാക്കി അവളെ തിരിച്ചു കൊണ്ടുവരും. അത് തനിക്കെതിരെയുള്ള കുത്താന്ന് മനസ്സിലായപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്നെ തട്ടിക്കൊണ്ടുപോയതേ ഒരുത്തിന് കല്യാണം കഴിക്കാനാ. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ സൗന്ദര്യത്തെയാണ് കുറ്റം പറയേണ്ടത്. പെൺകുട്ടികൾക്ക് സൗന്ദര്യം കൂടിപ്പോയാലും പ്രശ്നമാണ്, നവ്യ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, നിനക്ക് അത്രമാത്രം സൗന്ദര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ സൗന്ദര്യം വേണ്ടത് പുറമേ അല്ലല്ലോ, മനസ്സിലല്ലേ. അവസാനം വീണ്ടും മൂർത്തി ഇടപെടുകയാണ്, ഇത്തരം തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്ക്, പ്രത്യേകിച്ചും ഇതുപോലൊരു സാഹചര്യത്തിൽ. അയാളുടെ താക്കീത് കേട്ട സമയത്ത് പിന്നെ എല്ലാവരും മൗനമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് ദൂരം നടന്നു, എവിടേക്കാണെന്നറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആദർശനും ജയനും കൂടെ ഒരു കാറിലാണുള്ളത്. ജയൻ ചോദിക്കുന്നുണ്ട്, ഇനി എല്ലാവരും പറയുന്ന പോലെ വീട്ടിൻ്റെ മുന്നിലുള്ള നയനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല അച്ഛാ. അപ്പോൾ അയാൾ പറയുകയാണ്, നയനയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി കല്യാണിയല്ലേ, കല്യാണി മോളൊന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടേക്ക് ചെന്നിട്ടില്ലെന്നാണ് കല്യാണി പറഞ്ഞത്. അപ്പോൾ അയാൾ സ്വയം പറയാണ്, പിന്നെ ഇത് എവിടെ പോയെന്ന് അറിയില്ലല്ലോ. അതിനുശേഷം ജയൻ പറയുന്നുണ്ട്, സാഹചര്യം ഒട്ടും അനുകൂലമല്ല മോനെ, ഇനി നയനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ വീട്ടിലോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനതൊക്കെ കോംപ്രമൈസ് ചെയ്ത് പോകുന്നത്. അപ്പം ജയൻ ദേഷ്യത്തോടെ ചോദിക്കും, അത് ശരി, അപ്പം അല്ലാതെ നിനക്കവളോട് മനസ്സിൽ തട്ടിയുള്ള സ്നേഹമൊന്നും ഇല്ലല്ലേ? അതിന് ആദർശ് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണ് നയനമോളെ അലട്ടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ആദർശ് പറയാണ്, അതിന് ഞാൻ അവളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ. അവൾ ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനിയും ഒരു ഭാഗത്ത് ബുള്ളറ്റിൽ നയനെ അന്വേഷിച്ച് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ദൂരം പോയിട്ട് നയനയെ കാണാഞ്ഞപ്പം വണ്ടി നിർത്തിയിട്ട് ആദർശിനെ വിളിക്കുകയാണ്. ആദർശേട്ടൻ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? തിരിച്ചു കേട്ട മറുപടിക്ക് ശേഷം പറയുന്നുണ്ട്, ആ ഞാനും അന്വേഷണത്തിലാണ്. എന്നിട്ട് കോള് കട്ട് ചെയ്യാണ്. ശേഷം സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഇത് എങ്ങോട്ട് അന്വേഷിക്കാനോ? അന്ന് ഏട്ടനും ഏട്ടത്തി വല്യമ്മയൊക്കെ വഴക്ക് പറഞ്ഞിട്ടാണ് നയനേടത്തി വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഇന്ന് അവരാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി മറ്റാരും അറിയാത്ത ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ?
അനി വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം അബി ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ജ്യൂസ് കഴിക്കുകയാണ്. ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബിയുടെ മനസ്സിലെ ചിന്ത, ഇരുട്ടത്ത് തന്നിഷ്ടവുമായിട്ട് നടന്നവളെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. അവളെ ഞാനാണ് ആദ്യം കാണുന്നതെങ്കിൽ പിന്നെ അവളെ ആരും കാണാൻ പോകുന്നില്ല. നവ്യ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജാനകിയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും തൊട്ടടുത്ത് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. തലയ്ക്ക് കൈയൊക്കെ കൊടുത്തിരിക്കുകയാണ് ടെൻഷനോട് നവ്യയെ കാണാനായിട്ട്. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, മോളിവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അത് എൻ്റെ ടെൻഷൻ മാറാൻ വേണ്ടി ഞാൻ മൊബൈലിലേക്ക് നോക്കിയതാ, നവ്യ പറയുന്നുണ്ട്. അപ്പം ജലജ പറയാണ്, ഇതെല്ലാം ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ് ജാനകി. ചേച്ചിയും അനിയത്തിയും തമ്മിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല. അവൾ മടങ്ങി വരരുതേ എന്നായിരിക്കും ഇവൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നവ്യ ദേഷ്യവും സങ്കടവും കലർന്ന ശബ്ദത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കില്ല. അവളെ കാണാത്തതിൽ എനിക്കും നല്ല സങ്കടമുണ്ട്. അതിൽ നിന്ന് മോചനം കിട്ടാനാണ് ഞാൻ മൊബൈൽ നോക്കിയത്. അപ്പം മുത്തശ്ശി നവ്യയോട് പറയുന്നുണ്ട്, ഒരു കാര്യം മോള് മനസ്സിലാക്കണം. മോളെ കാണാതായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നയനയാണ്. അബിയെ ഗുണ്ടകൾ തല്ലിയെന്ന് കേട്ടപ്പോൾ നയന മോൾ ഇവിടെ നിൽക്കുകയല്ല ചെയ്തത്, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത്, ആദർശിനും ജയനും ഒപ്പം. അതിനുശേഷം ജലജക്ക് നേരെ തിരിഞ്ഞിട്ട് പറയും, അവർക്കൊപ്പം അന്ന് നീയും ഉണ്ടായിരുന്നല്ലോ, നീയല്ലേ അതുകൊണ്ട് എല്ലാം കണ്ടതും അറിഞ്ഞതും എല്ലാം. അപ്പം ജലജ വീണ്ടും ആ അസൂയ കൊണ്ട് പറയുന്നുണ്ട്, ആ ഒരുത്തിയെ നന്നായിട്ട് അഭിനയിക്കുകയായിരുന്നു, വേറൊരുത്തിക്ക് അത് അറിയത്തുമില്ല, അത്രയേ ഉള്ളൂ കാര്യം. നവ്യക്ക് നേരെ കണ്ണ് കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, മതി, ഇനി നീ കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട. ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാത്ത കഴുതകളോട് ഒന്നും സംസാരിക്കാതിരിക്കുന്നതാ വസുന്ധര നല്ലത്. അയാൾ മുത്തശ്ശിക്ക് നേരെ തിരിഞ്ഞ് പറയാണ്. അപ്പം നവ്യക്കാണെങ്കിൽ ആകെ ബോറടിക്കുകയാണ്. എത്ര സമയം ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, എന്നാലാണ് മൊബൈൽ നോക്കാനൊട്ട് വിടുകയില്ല. വല്ലാത്തൊരു വീട് തന്നെ. നേനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്ന ആദർശും ജയനും കൂടെ ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ വണ്ടി നിർത്തുകയാണ്. അപ്പം ജയൻ പറയുന്നുണ്ട്, ഞാനിനി ടാക്സിയിൽ അന്വേഷിച്ച് പോവാം വേറൊരു വഴിക്ക്. നീ എന്തായാലും നിനക്കറിയുന്ന വഴികളിലൊക്കെ ഒന്ന് പോയി നോക്ക്. പിന്നെ അനിയും പോയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. അപ്പോൾ ആദർശ് സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇത്രയും അലഞ്ഞിട്ട് ഒന്നും അറിയാൻ അച്ഛാ. സമയമാണെങ്കിൽ ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞു. ഈ 12 മണി കഴിഞ്ഞ നേരത്ത് ഇവളിനിത് എവിടെ പോവാനാ? ആദർശിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ജയൻ പറയുന്നുണ്ട്, എന്തായാലും വീട്ടിലെത്തിയിട്ടില്ല. ഇതുവരെ പലതും സംഭവിച്ചിട്ടും എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ തരണം ചെയ്തില്ലേ? ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കും. ഏതായാലും അന്വേഷണം നിർത്തണ്ട, നീ ചെല്ല്. അതിനുശേഷം അവിടെ അയാൾ ഇറങ്ങിയിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി വിളിക്കുകയാണ്. ആദർശ് വീണ്ടും ഒറ്റയ്ക്ക് തന്നെ വണ്ടിയും കൊണ്ട് പോവാണ്. അതേസമയം അനന്തപുരിയിൽ മുത്തശ്ശിയും മുത്തശ്ശനും അതുപോലെ തന്നെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശനും നമ്മളിങ്ങനെ മയങ്ങി പോകുന്ന പോലെ ആ ഒരു അവസ്ഥയിലെത്തുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, ദേ ഒരുത്തി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. നവ്യയെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. മുത്തശ്ശി നവ്യയെ നോക്കുന്ന സമയത്ത് അവൾ അവിടെ ചാരിയിരുന്ന് നല്ല ഉറക്കമാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, ദേ ഒരുത്തി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. മൊബൈൽ നോക്കുന്നത് നമ്മൾ കുറ്റം പറഞ്ഞതാണല്ലോ, അപ്പം അതുകൊണ്ടായിരിക്കും ഉറങ്ങാമെന്ന് വിചാരിച്ചത്. ഇവക്കേ ഒരു ടെൻഷനും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അതിനുശേഷം ജലജ ദേവയാനിക്കരികിൽ വന്നിട്ട് പറയാണ്, അവൾ ഇവിടെ നിന്നും വീട് വിട്ട് ഇറങ്ങിപ്പോയതിന് പല ഉദ്ദേശങ്ങളും കാണും ഏട്ടത്തി. അപ്പോൾ ദേവയാനി ചോദിക്കും, നീ എന്താ പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവളിങ്ങനെ മാറി നിൽക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അറിയാം അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആദ്യം തിരിച്ചു വരുമോ ഇല്ലോ എന്ന് നോക്കട്ടെ, എന്നിട്ട് അതേപ്പറ്റി സംസാരിക്കുന്നതൊക്കെയല്ലേ നല്ലത്. അവരുടെ സംസാരം കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ്റെ ഫോൺ ബെല്ലടിയാണ്. എടുത്തു നോക്കുന്ന സമയത്ത് ജയനാണ്. ആ പറ ജയ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പോൾ അങ്ങേ തലക്കിൽ നിന്നും ജയൻ പറയുന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, ഇവിടേക്ക് ആരും വിളിച്ചിട്ടില്ല, എന്തായാലും ഞാൻ വിളിക്കാം, ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്തായി? മുത്തശ്ശി ചോദിക്കുകയാണ്. ഇല്ല, ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇവിടേക്ക് ആരെങ്കിലും വിളിച്ചോന്നാണ് ചോദിച്ചത്. അപ്പം മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഈ കൊച്ചു ഇതെവിടെ പോയിരിക്കുകയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആകെ മൊത്തം ഒരു ടെൻഷൻ കയറുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും മരുമകളാണല്ലോ. അപ്പം ജലജ കളയായിക്കൊണ്ട് പറയും, അതറിയാം അവൾക്ക് തന്നെ. അപ്പം മുത്തശ്ശി എന്താ പറയണേ അറിയാതെ തലതാഴ്ത്തുകയാണ്. അപ്പം ദേവയാനിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ വെച്ചിട്ട്. കാരണം ഇങ്ങനൊരു അവസ്ഥ വരും എന്നുള്ള കാര്യം അവർ ഒട്ടും ഊഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഗീതു എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനും ഉണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് പുതുമയോടെ കാര്യങ്ങൾ വരുന്നത് നമുക്ക് കാത്തിരി തന്നെ കണ്ടുനോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.